ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂവിസ് യൂണിക് ടേസ്റ്റ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എരിശ്ശേരിയാണ്. എരിശ്ശേരിക്ക് വേണ്ടി മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. ഞാൻ മത്തങ്ങ ഇവിടെ ചെറിയ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വൻപയർ എടുത്തു വെച്ച് വൻപയർ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. അരമണിക്കൂറെങ്കിലും കുതിർത്തിരിക്കണം. കുതിർത്ത് വെച്ച വൻപയറാണത്. നാട്ടിലെ വൻപയറാണേലും എടുക്കാം. ഞങ്ങൾക്കിവിടെ ഇങ്ങനത്തെയാണ് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ഒരു 2-3 സബോള, ഒരു 2 പച്ചമുളക്, ഇത് ഇത്രയും മാറ്റി വെച്ചിരിക്കണം. അതുകൂടാതെ നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടി സബോള, വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, പച്ചമുളക്, തേങ്ങ, ഇത് ഇത്രയും നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരണം. അപ്പോൾ നമുക്ക് ആദ്യം വൻപയറിനെ ഇച്ചിരി വേവിച്ചെടുത്തിട്ട് ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് മത്തങ്ങ ഇട്ട് കൊടുക്കണം. മത്തങ്ങ ഇട്ട് കൊടുത്ത് മത്തങ്ങയുടെ കൂട്ടത്തിൽ ഇച്ചിരി മത്തങ്ങയും വൻപയറിൻ്റെയും കൂട്ടത്തിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, ഉപ്പ് പാകത്തിന് ഇത്രയും ഇട്ട് കുക്കർ അടച്ച് ഒരു 2 സീറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം ശരി, നമുക്ക് അത് സീറ്റ് വരുന്നവരെ നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് സീറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ ആയി കഴിഞ്ഞോ? ഓക്കെ, അപ്പം നമ്മുടെ സീറ്റി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് തുറന്ന് നോക്കാം. ആ സമയത്തിന് നമുക്ക് സീറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് എന്താണെന്ന് നോക്കാം. അരപ്പ് അരച്ചുകൊണ്ട് വരാം. അരപ്പരയ്ക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ തേങ്ങ, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നല്ലതായിട്ട് പേസ്റ്റ് മാതിരി നല്ലതായിട്ട് അരച്ചുകൊണ്ട് വരിക. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, സബോള, കൂടത്തിൽ ഇച്ചിരി ജീരകം, ഇത് ഇത്രയും സാധനമാണ് നമ്മൾ അരപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നല്ല തരി പൊട്ടും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരണം. കണ്ടോ, അരച്ചുകൊണ്ട് വന്ന് ഇതേ പാകത്തിനായിരിക്കണം നമ്മുടെ അരപ്പിരിക്കേണ്ടത്. തരിപ്പായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരിക്ക് ടേസ്റ്റ് ഇല്ലാതായി പോവും. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ മത്തങ്ങയിലോട്ട് അത് നല്ലതായിട്ടൊന്ന് ഉടച്ച് വെക്കുക. ഉടച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ അരപ്പിനെ ചേർത്ത് കൊടുക്കണം. കഷ്ണങ്ങൾ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാതെ ഒരു ചെറിയ പാകത്തിന് കുറച്ച് നമുക്ക് മത്തങ്ങ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടാവുന്ന രീതിയിലായിരിക്കണം എരിശ്ശേരിയിലുണ്ടാവുന്നത്. അപ്പം നമ്മുടെ മസാല ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് നല്ലതായിട്ട് നമ്മുടെ ഇതിലോട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മത്തങ്ങയിലോട്ടും വൻപയറിലോട്ടും നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു തിള നല്ലതായിട്ട് വരണം. അധികം തിളപ്പിക്കണ്ട, ഒരു തിള വന്നാൽ മതി. ഒരു തിള അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ അരച്ചത് ഒത്തിരി തിളപ്പിച്ച് കഴിയുമ്പോൾ ചിലപ്പം അത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത മാതിരി തോന്നും. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നോക്കാം. അതിൻ്റെ ഒരു ചെറിയ ചീനിച്ചട്ടി വയ്ക്കുക. അതിലോട്ട് നമുക്ക് എണ്ണ ഇട്ട് കോരാനുള്ളത് നോക്കാം. അത് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി, വറ്റൽമുളക്, കരിവേപ്പില ഇതിട്ട് നല്ലതായിട്ട് മൂപ്പിക്കുക. അത് നമ്മുടെ മസാലക്കൂട്ടിൽ നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് അരച്ചിട്ട് ഇത് നല്ലതായിട്ട് മൂത്തിട്ട് കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് അര തേങ്ങ എടുത്ത് നല്ലതായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നല്ലതായിട്ട് അത് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് അതിൻ്റെ മേളിൽ ഈ വറവിട്ട് കൊടുത്താക്കുന്നതിൻ്റെ മേളിലോട്ട് തേങ്ങ നല്ലതായിട്ട് വറുത്തത് നല്ലതായിട്ട് കൈയും കൊണ്ടൊന്ന് തിരുമ്മി അതിൻ്റെ മേളിലോട്ടിട്ട് നല്ലതുപോലെ നമ്മുടെ കടുക് പൊട്ടിച്ചതും നമ്മുടെ തേങ്ങ വറുത്തും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കറിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ എരിശ്ശേരി. കണ്ടല്ലോ. അപ്പം എല്ലാവരും എരിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണാഘോഷമായില്ലയോ, ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സദ്യകളിൽ ഒന്നാണ് എരിശ്ശേരി. നമുക്ക് എരിശ്ശേരി ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞങ്ങളിവിടെ കൂടുതലും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എരിശ്ശേരിയുടെ കൂടെ നമുക്ക്
ചേനയും കൊണ്ടാണേലും എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ശരി, കണ്ടോ ഞാനിവിടെ തേങ്ങ മേളിലിട്ട് കൊടുത്ത് തേങ്ങ നല്ല തേങ്ങ കരിഞ്ഞൊന്നും പോകല്ല, ഒരേ പാകത്തിന് തേങ്ങ നല്ലതായിട്ട് വറുത്ത് കോരിയെടുത്ത് മേളിലോട്ട് ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇവിടെ നമ്മുടെ എരിശ്ശേരി മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻസിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് റിസൾട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.